Hi friends, my name is Nithin Raj. Welcome to my video blog Hotspot Malayalam channel. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ KCBയുടെ സൗര പ്രൊജക്റ്റ് നമ്മുടെ മേൽക്കൂരയിൽ സോളാർ സ്ഥാപിക്കുന്നതുമായിട്ട് KCB അവതരിപ്പിച്ച ഒരു പദ്ധതിയെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ടെക് റിലേറ്റഡുള്ള കാര്യങ്ങളും അതേപോലെ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ആ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എൻ്റെ അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം എന്താണ് സൗര പദ്ധതി എന്നല്ലേ? നമ്മുടെ KCB നമ്മുടെ വീടിൻ്റെ മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് അതുവഴി നമുക്ക് കറണ്ട് ലഭിക്കുന്ന അല്ലെങ്കിൽ അവർ നമ്മുടെ കയ്യിൽ നിന്ന് കറണ്ട് വാങ്ങുന്ന ഒരു പദ്ധതിയാണ് സൗര പദ്ധതി. ഈ ഒരു പദ്ധതി പ്രകാരം 2020 കൂടി 1000 മെഗാവാട്ട്സ് ഉൽപ്പാദിപ്പിക്കാനാണ് KCBയുടെ പരിപാടി. പിന്നെ ഈ ഒരു പദ്ധതി പ്രകാരം 25 വർഷത്തേക്ക് ഇതിൻ്റെ കരാറും അറ്റകുറ്റപ്പണികളും കാര്യങ്ങളെല്ലാം KCB തന്നെയാണ് നോക്കുന്നത്. അപ്പം ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് നമുക്ക് 3 പ്ലാനുകളാണ് KCB അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം എന്തൊക്കെയാണെന്നുള്ള 3 പ്ലാൻ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ പ്ലാൻ പ്രകാരം KCB അവരുടെ തന്നെ ചിലവിൽ നമ്മുടെ മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുകയും അതിൻ്റെ അറ്റകുറ്റപ്പണികൾ KCB തന്നെ ചെയ്യുന്നതാണ്. 25 വർഷത്തെ കരാറിലാണ് ഈ പദ്ധതി KCB നടപ്പിലാക്കുന്നത്. ഈ പ്ലാൻ പ്രകാരം KCB സോളാർ പാനൽ വഴി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 10% കെട്ടിടമെങ്കിൽ സൗജന്യമായി നൽകുന്നു. ഇനി രണ്ടാമത്തെ പ്ലാൻ എന്താ നോക്കാം. മുകളിൽ പറഞ്ഞ പോലെ തന്നെ KCB അവരുടെ ചെലവിൽ തന്നെ സോളാർ പാനലും അറ്റകുറ്റപ്പണികളും നോക്കുന്നു. കൂടാതെ ഈ പദ്ധതി പ്രകാരം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഒരു നിശ്ചിത നിരക്കിൽ കെട്ടിട ഉടമയ്ക്ക് തന്നെ വാങ്ങാം. 25 വർഷത്തെ കരാറിലാണ് KCB അവതരിപ്പിക്കുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ പ്ലാൻ പ്രകാരം KCBക്ക് 45,000 രൂപയോ അതിനു മുകളിലോ നൽകിയാൽ KCB തന്നെ നമ്മുടെ മേൽക്കൂരയിൽ സോളാർ പാനൽ സ്ഥാപിക്കുകയും അതുവഴി ലഭിക്കുന്ന വൈദ്യുതി മുഴുവനായും കെട്ടിട ഉടമയ്ക്ക് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗശേഷം ബാക്കി വരുന്ന വൈദ്യുതി നിശ്ചിത തുകയ്ക്ക് KCBക്ക് തന്നെ വിൽക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ kcb.in എന്ന വെബ്സൈറ്റിൽ കയറുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ പ്രവേശിച്ചതിന് ശേഷം അതിൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് എന്ന മെനു കാണാം. അതിൽ പ്രസ് ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ കാണാം. അതിനകത്താണെങ്കിൽ രജിസ്റ്റർ ഫോർ റൂഫ് സോളാർ എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കും. അതിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം രജിസ്റ്റർ നൗ എന്നൊരു ബട്ടൺ കാണാം. അത് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 13 അക്ക കൺസ്യൂമർ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. 13 അക്ക കൺസ്യൂമർ നമ്പർ എൻ്റർ ചെയ്ത് കഴിയുക. അതിനുശേഷം മൊബൈൽ നമ്പർ പിന്നെ ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. അത് കൊടുത്ത് സബ്മിറ്റ് അടിക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു OTP വരും. അപ്പോൾ നമ്മൾ OTP എൻ്റർ ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. അതിനകത്ത് നമുക്ക് താഴെ നോക്കാം. നമ്മുടെ കൺസ്യൂമർ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, എൻ്റർ ചെയ്ത ഫോൺ നമ്പർ. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ നെയിം കാണാം. കൺസ്യൂമർ നെയിം, അഡ്രസ്സ്, കാര്യങ്ങളെല്ലാം അതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിന് നമുക്കിനി വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോളാർ പ്ലാൻ ഡീറ്റെയിൽസ് കണ്ടില്ലേ, അതിനകത്ത് നമ്മൾ ആവശ്യമുള്ള സ്കീമാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൽ നമുക്ക് സ്കീം 1, സ്കീം 2, പിന്നെ അതിനുശേഷം വീണ്ടും സ്കീം 1, സ്കീം 2 എന്ന് കാണാം. അതിൽ ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 10% നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നതാണ്. സ്കീം അതിൻ്റെ തൊട്ട് ഡിസ്ക്രിപ്ഷനിൽ താഴെ കാണിക്കുന്നുണ്ട് സ്കീമുകളെ പറ്റിയിട്ട്. എന്താണോ നമുക്ക് ആവശ്യമുള്ള സ്കീം എന്ന് നോക്കിയെടുക്കുക. അതിനുശേഷം ഇവിടെ കപ്പാസിറ്റി എത്രയാണെന്നുള്ള വെച്ചാൽ നമുക്കത് എത്ര കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒരു 200 കിലോവാട്ടിന് കൊടുത്താലും കുഴപ്പമില്ല. അതിനുശേഷം ടൈപ്പ് ഓഫ് സോളാർ പാനൽ കാണാം. അതിനകത്ത് നമ്മൾ ഓൺ ഗ്രിഡ് ഗ്രൗണ്ട് മൗണ്ടഡും അതുപോലെ തന്നെ ഓൺ ഗ്രിഡ് റൂഫ് ടോപ്പും കാണാം. അതിൽ ഓൺ ഗ്രിഡ് റൂഫ് ടോപ്പാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ റൂഫ് ഏരിയ എത്ര സ്ക്വയർ മീറ്റർ ഉണ്ടെന്ന് അതൊരു 200 കൊടുത്താലും കുഴപ്പമില്ല. അതിനുശേഷം അവർ എന്നാണ് നമ്മുടെ അടുത്ത് വന്ന് വിസിറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മളൊരു ഫ്രീ ആയിട്ടുള്ള ദിവസം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്താക്കാം. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ അടിക്കുക. അത്രയേ ഉള്ളൂ. അതടിച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ജനുവരി 31, 2019, അതായത് ഈ മാസം 31 ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. നമ്മളിത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സൗരോർജ്ജ അല്ലെങ്കിൽ ഈ ഒരു സോളാർ പാനൽ സ്ഥാപിക്കുമെന്ന് വിചാരിക്കരുത്. ഇത് സ്ഥാപിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളിത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ KCBയുടെ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിൽ വന്ന് പരിശോധിക്കും. നമ്മുടെ വീടിൻ്റെ മേൽക്കൂരയിൽ വെക്കാനുള്ള സൗകര്യമുണ്ടോ, അല്ലെങ്കിൽ അവിടെ നമുക്ക് സൂര്യപ്രകാശം ലഭിക്കാനുള്ള ചെരിവ് കാര്യങ്ങൾ മെഷർമെൻറ്റ് എല്ലാം നോക്കിയതിന് ശേഷം മാത്രമാണ്
അവർ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ നമ്മൾ ഇല്ലാത്തപ്പോൾ അവർ വന്ന് നോക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്കറിയാം ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അറ്റകുറ്റപ്പണി നടത്താൻ അവർ മുൻകൂട്ടി അറിയിച്ച് നമ്മളുള്ള ദിവസം തന്നെ വരുള്ളൂ. ഇത് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിലാണ് KCBയുടെ ഈ പ്ലാൻ. വീടിൻ്റെ മേൽക്കൂര വെറുതെ നിൽക്കുകയാണ്. ഇത് ഒരു സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ വീടിന് തന്നെ ഒരു തണലായി. വേനൽക്കാലങ്ങളിൽ നമുക്ക് ചൂട് കുറയും, അതുപോലെ തന്നെ വൈദ്യുതി നമുക്ക് ലഭിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സൗര പദ്ധതി എന്നുകൊണ്ട് KCB ഉദ്ദേശിച്ചത്. അപ്പം ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു സൗര പദ്ധതിയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റായി കൊടുത്താൽ മറുപടി നൽകുന്നതാണ്. ബൈ, സൈനിങ് ഓഫ് നിതിൻ രാജ്.